ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് കൊണ്ടുള്ള ഒരു ചിക്കൻ്റെ പോളയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു പോളയാണിത്. ഇത് നമുക്കിങ്ങനെ റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിതിലേക്കുള്ള ഫില്ലിംഗ് ആദ്യം റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു 100 ഗ്രാമിൻ്റെ മേളിലുണ്ട് ചിക്കൻ. അതും ബോൺലെസ് ചിക്കനാണ്. അതിലേക്ക് നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് ഇതെല്ലാം ആവശ്യത്തിന് ചേർത്തിട്ട് ഇതൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമ്മൾ ആ ചിക്കൻ ഫ്രൈ ചെയ്ത ആ ഒരു ഓയിലിലേക്ക് തന്നെ നമ്മളൊരു ഇടത്തരം 2 സബോളയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ അത് കൊത്തി അരിഞ്ഞെടുത്തിട്ട് നമുക്കതിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് സബോളയൊന്ന് വഴന്ന് വരാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോൾ ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. നമുക്കിനി അടുത്ത് ഇതിലേക്ക് ഇടുന്നത് മുളക് പൊടിയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് പിരിയമുളക് പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എരിവിന് ഞാനിതിൽ ആകെ ആഡ് ചെയ്തേക്കുന്നത് കുരുമുളക് പൊടിയാണ്. പിന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇനി അടുത്തത് ചിക്കനാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഞാനപ്പോൾ ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പിച്ചി ഒന്ന് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് ഇതും കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഇടാം. ഇതെല്ലാം ഒന്ന് ഒത്തിരി വഴന്ന് വരേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് എണ്ണയിൽ കിടന്നൊന്ന് സോക്കായി വന്നേച്ചാൽ മതി. അപ്പോൾ നമുക്കിനി അടുത്തായിട്ട് ഇതിലേക്ക് ഇടുന്നത് ക്യാപ്സിക്കം ആണ്. ഞാനപ്പോൾ ഒരു പകുതി ക്യാപ്സിക്കം ചെറുതായിട്ട് ഇതുപോലെ പീസാക്കി എടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്തിട്ട് അതും ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് ചേർക്കുന്നത് ഒരു ടൊമാറ്റോ ആണ്. അതൊരു ചെറിയ ടൊമാറ്റോ ഞാൻ ചെറിയ പീസാക്കി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതിന് ശേഷം ഞാൻ 1 ടീസ്പൂൺ ഒറിഗാനോയും കൂടെ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ആ ഒറിഗാനോയുടെ ഫ്ലേവർ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ മസാലക്കൂട്ടിന്. അതുണ്ടെങ്കിൽ മാത്രം നിങ്ങളിതിലേക്ക് ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇത്ര ഐറ്റം എല്ലാം കൂടെ ചേർത്ത് നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ടെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് പോളയ്ക്കുള്ള അടുത്ത ആ ഒരു ഐറ്റമൊക്കെ ഒന്ന് റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു 1/2 ഗ്ലാസ് പാലും ആഡ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് മിക്സിയിലടിച്ച് ഞാനൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അടുത്തായിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 8-10 പീസ് ബ്രെഡാണ് സൈഡെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ പാനിൻ്റെ ആ ഒരു കണക്ക് വെച്ചാണ് നിങ്ങൾ എടുക്കുന്ന ബ്രെഡിൻ്റെ എണ്ണത്തിൻ്റെ ആ ഒരു കണക്ക് അറിയാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഇത് ഇത്രയൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്തായിട്ട് ഇത് പോളയൊന്ന് സെറ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാം ഒന്ന് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ ചുവടുകട്ടിയുള്ള ഒരു സോസ് പാനാണ്, ഇതുപോലത്തെ ഈ ഒരു വലുപ്പത്തിലുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കിനി ഇത് ബ്രെഡ് ഓരോ പീസ് എടുത്ത് ഈ പാലിൻ്റെ കൂട്ടിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ആ ഒരു അളവിനനുസരിച്ച് ഇത് സൈഡ് ചേർത്ത് നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കണം. 1 ഇഞ്ച് മേളിലേക്ക് നമുക്ക് ബ്രെഡ് എപ്പോഴും പീസ് ഇങ്ങനെ സൈഡ് വഴി ഇങ്ങനെ സെറ്റ് ചെയ്ത് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ബ്രെഡൊക്കെ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതിലേക്ക് ഓയിലോ നെയ്യോ നിങ്ങൾ ഇതിലേക്ക് സ്പ്രെഡ് ചെയ്യണം. ഞാനത് പറയാൻ വിട്ടുപോയി. അതിന് ശേഷം നമ്മൾ ഇതൊട്ടും ഗ്യാപ്പില്ലാതെ അതിൻ്റെ ആ ഒരു സ്പേസ് എല്ലാം ഫില്ല് ചെയ്ത് വേണം ഈ ബ്രെഡ് നമ്മൾ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടുകയില്ല. നമുക്കപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നോക്കാം. അപ്പോൾ ദാ ഇതുപോലെ നമുക്ക് ബ്രെഡെല്ലാം നല്ല കറക്റ്റായിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ഫില്ലിംഗ് എല്ലാം ഇതിൻ്റെ അകത്ത് അതുപോലെ തന്നെ ഗ്യാപ്പൊന്നുമില്ലാതെ നല്ല തിക്കായിട്ട് ഫില്ലിങ് റെഡിയാക്കി നമുക്കെടുക്കാം.
അപ്പോൾ മസാല എല്ലാം സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേളുഭാഗവും ഇതുപോലെ തന്നെ നമുക്ക് ബ്രെഡ് വെച്ച് ഒട്ടും സ്പേസ് ഇല്ലാതെ നല്ല കറക്റ്റ് ഷേപ്പിന് ഇതുപോലെ കവർ ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയുടെ അളവ് ഞാൻ ആദ്യം എടുത്ത 2 മുട്ട തികയാതെ വന്നപ്പോൾ ഒരു മുട്ടയും കൂടെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് വന്ന ആ മുട്ടയുടെ ബാറ്റർ നമുക്കിതിൻ്റെ മേളിലേക്ക് നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മേളിലായിട്ട് ഞാൻ ചുമ്മാ ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട് ആ ക്യാപ്സിക്കത്തിൻ്റെ ആ ഒരു ഇതുപോലെ ഒന്ന് കറക്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മേളിലൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം അടുപ്പിലേക്ക് വെച്ച് ഇത് കറക്റ്റ് ആ ഒരു ടൈം എൻ്റെത് ആയതൊരു 15 മിനിറ്റ് എടുത്തു. എൻ്റെ പാൻ കട്ടിയുള്ളതായതുകൊണ്ട് ഞാൻ നേരിട്ട് അടുപ്പിലേക്ക് കറക്റ്റായിട്ട് വെക്കുകയായിരുന്നു. അപ്പം വേറെ പാൻ കട്ടി കുറഞ്ഞ ഇതാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടിയിൽ വേറൊരു പാൻ വെച്ചതിന് ശേഷം വേണം ഇത് നമുക്ക് മൂടി വെച്ച് ഒരു 10-15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതാ ഇത് നമ്മുടെ ആ ഒരു സൈഡ് റെഡിയായി കിട്ടിയത്. ഇനി നമുക്ക് അതിൻ്റെ മറുവശം മേളുഭാഗവും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരാനായിട്ട് വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ടൊരു 5 മിനിറ്റ് നമ്മളിത് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇത് തീ കൂട്ടി വെക്കരുത്, ലോ ഫ്ലെയിമിൽ വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ തീ കൂട്ടി വെച്ച് ചെയ്യരുത്, പെട്ടെന്ന് അടുക്കി പിടിച്ച് പിന്നെ ഇത് ഈ ഒരു കറക്റ്റ് ലെവലിൽ കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ പോള ദാ ഇതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒട്ടും അടുക്കി പിടിക്കാതെയൊക്കെ നല്ല ആ ഒരു കറക്റ്റ് അതിൻ്റെ ഒരു സ്ട്രക്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പോളയാണ്. ഇത് നമുക്ക് ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്കൊരു ഈവനിങ് സ്നാക്കായിട്ടും അല്ലെങ്കിൽ നോമ്പിൻ്റെ സമയത്ത് നോമ്പ് തുറക്കുന്ന ഒരു സ്നാക്കായിട്ടും ഒക്കെ ഇത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വലിയവർക്കും കുട്ടികൾക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ആ ഒരു സ്നാക്കാണ്. നിങ്ങളിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.